بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല മുഅ്മിനായി, മുസ്ലിമായി, മുവഹ്ഹിദായി, മുത്തഖിയായി ജീവിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഅ്മിനായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു നാമമാണത്. ഇപ്പൊ നമ്മൾ ബാങ്ക് കൊടുത്തു, മറ്റൊരു സ്ഥലത്ത് ഇപ്പൊ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത മിനിറ്റിൽ, അടുത്ത മണിക്കൂറുകളിലൊക്കെ ആ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ആ വിളംബരം ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പഠനം നടത്തിയ ആളുകൾ പറയുന്നത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഈ വിളംബരം, ഈ ഷഹാദത്ത് കേൾക്കാത്ത സമയമുണ്ടാവില്ല എന്നതാണ്. ആ ബാങ്കൊലി ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് നബിയുടെ പേര് കേൾക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം ദുആ ചെയ്യുന്നു. നബിക്ക് വേണ്ടി നാം സ്വലാത്ത് ചൊല്ലുന്നു. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അല്ലാഹുവിന്റെ മലായികത്തുകളും മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ, സലാം പറയണേ എന്ന് ഖുർആൻ. അപ്പൊ ഈ പള്ളിയിൽ വന്ന നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലണം. നബിയുടെ നാമം നാം ഉയർത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹു ഖുർആനിൽ, വറഫഅനാ ലക ദിക്റക, നാം ഉയർത്തി. ലോകം അവസാനിക്കുന്നത് വരെ ഒരു ജനവിഭാഗം ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലും. ഇന്ന് ലോകത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തവരാണ്. ക്രൈസ്തവർ ഇസ്ലാമിക പാതയിൽ നിന്ന് തെന്നിത്തെറിച്ച് റൂട്ട് മാറി സഞ്ചരിച്ചവരാണ്. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, യേശു ക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ പോവണം, ഞാൻ പോയാലേ അടുത്ത ഉപദേശകൻ വരികയുള്ളൂ എന്ന് തന്റെ സമൂഹത്തെ പഠിപ്പിച്ചതാണ്. കഴിഞ്ഞ ഖുതുബയിൽ ചില മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഞാൻ പോവണം, ഞാൻ പോയാലേ അടുത്ത ഉപദേശകൻ വരികയുള്ളൂ. ഞാൻ ഖുതുബയിൽ അതിന് സമയം കളയുന്നില്ല. ആ ഉപദേശകന്റെ സ്വഭാവം എന്തായിരിക്കുമെന്നും പേരെന്തായിരിക്കുമെന്നും ഏത് സമൂഹത്തിൽ നിന്നായിരിക്കുമെന്ന് വരെ കൃത്യമായി മുൻവേദഗ്രന്ഥങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ
അനുകമ്പയുടെ, ആർദ്രതയുടെ, അലിവിന്റെ, വാത്സല്യത്തിന്റെ, സ്നേഹത്തിന്റെ നിറകുടമായി. എവിടെയും പരിശോധിക്കാം. ഇപ്പൊ മുസ്ലിങ്ങളെ കുറിച്ച് ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കൽ എന്താണ്? അതൊരു തീവ്രവാദ സ്വഭാവമുള്ള പാർട്ടിയാണ്, വിഭാഗമാണ് മുസ്ലിം എന്നാണ്. ഇസ്ലാമിനെ പഠിക്കാത്തതുകൊണ്ടാണ്. ഇത്ര ആർദ്രതയുള്ള, അനുകമ്പയുള്ള, സ്നേഹമുള്ള, വാത്സല്യമുള്ള, സാഹോദര്യമുള്ള, അയൽപ്പക്ക ബന്ധം കാത്തു സൂക്ഷിക്കുന്ന, സാമൂഹ്യ മര്യാദ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗം ലോകത്ത് വേറെ ഉണ്ടാവില്ല. കാരണം അത് അള്ളാഹുവിന്റെ മതമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ മതമാണ് ഇസ്ലാം. അതിൽ എത്ര പേര് കറക്റ്റ് മുസ്ലിമായി ജീവിക്കുന്നു എന്നത് അവനവൻ തന്റെ മനസ്സിനോട് ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒന്നാണ്. പക്ഷെ ഇസ്ലാം എന്നത് ഒരു സവിശേഷതയുള്ള മതമാണ്, പവിത്രമായ മതമാണ്. ആ മതത്തെ ലോകത്തിന്റെ മുമ്പിലേക്ക് പഠിപ്പിക്കാനാണ് അള്ളാഹു 1,00,000-ൽ പരം പ്രവാചകന്മാരെ ലോകത്തിലേക്ക് നിയോഗിച്ചത്. അതിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക ലോകത്ത് 81 യുദ്ധങ്ങൾ ഉണ്ടായി. ചിന്തിച്ചോക്ക്, 81 യുദ്ധങ്ങൾ ഉണ്ടായി ഇസ്ലാമിക ലോകത്ത്. ആ 81 യുദ്ധങ്ങളിലായി മരിച്ചത് 1018 ആളുകളാണ്. ചിന്തിച്ചോക്ക്, 81 യുദ്ധങ്ങൾ ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യാൻ, പഠിക്കാനുണ്ടായിട്ട് ആകെ മരിച്ചത് 1018 ആളുകളാണ്. മുസ്ലിങ്ങളെ ഭാഗത്ത് നിന്ന് ഒരു 259 പേര്, ശത്രു വിഭാഗത്തിൽ നിന്ന് 759 പേര്, ടോട്ടൽ 1018 പേര്. ലോകമഹായുദ്ധങ്ങളുടെ കഥകളൊന്ന് എടുത്തു നോക്ക്. നാഗസാക്കിയുടെ, ഹിരോഷിമയുടെ, വിയറ്റ്നാമിന്റെ, റഷ്യയുടെ യുദ്ധ നീക്കങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്ക് നിങ്ങൾ. റഷ്യയിൽ മാത്രം റഷ്യൻ പോരാട്ടത്തെ കുറിച്ച് പഠിച്ചാൽ 1 കോടിയിലധികം ആളുകളാണ് മരിച്ചത്. 1 കോടിയിലധികം. എന്നിട്ടോ ഇസ്ലാം പ്രതിക്കൂട്ടിൽ. ചിന്തിക്കുന്നുണ്ടോ? നാഗസാക്കിയുടെ, ഹിരോഷിമയുടെ മണ്ണിൽ ഇന്നും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യമുണ്ട്. അണുബോംബ് വർഷിപ്പിച്ചതിന്റെ പേരിലാണ്. ഇന്നും അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികൾ ഓട്ടിസമാണ്, മെന്റലി റിട്ടാർഡഡ് ആണ്, ഹാൻഡിക്യാപ്ഡ് വിഭാഗത്തിലുള്ളവരാണ്, ലേണിംഗ് ഡിസാബിലിറ്റി സംഭവിക്കുന്ന മക്കളാണ്, അംഗവൈകല്യം സംഭവിച്ച മക്കളാണ്. എവിടെ? ഹിരോഷിമയുടെ, നാഗസാക്കിയുടെ മണ്ണിൽ ഇന്നും കഥകൾ പറയാനുള്ളത് അതാണ്. എന്നിട്ടോ അതിന്റെ പിന്നിൽ അണുബോംബ് വർഷിപ്പിച്ചവരുടെ പേര് ലോകത്ത് ഏതെങ്കിലും ഒരു ടെററിസ്റ്റിന്റെ കൂട്ടത്തിൽ ഉണ്ടോ? ഇല്ല. ചരിത്രത്തിൽ എവിടെയെങ്കിലും പഠിക്കാനുണ്ടോ? ലോകത്തിൽ ഏറ്റവും വലിയ ടെററിസം ചെയ്തവർ, കടുത്ത അണുബോംബുകൾ വർഷിപ്പിച്ച് ആ നാട്ടിലെ മനുഷ്യരെ കൊന്നു തീർത്തവർ, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു തീർത്ത ഹിറ്റ്ലർ എവിടെയെങ്കിലും ടെററിസ്റ്റിന്റെ ലിസ്റ്റിൽ വരുന്നുണ്ടോ? ജൂതന്മാരെ ഞാൻ ബാക്കി വെക്കുന്നു, ചില ആളുകളെ. കടന്നു വരുന്ന മനുഷ്യർക്ക് ജൂതന്മാരുടെ സ്വഭാവം എന്ത് എന്നറിയാൻ ഞാനിതാ ചില ജൂതന്മാരെ വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞ ഹിറ്റ്ലറിന്റെ ചരിത്രം വായിച്ച് കൊന്നു തീർത്ത കണക്ക് എവിടെയെങ്കിലും അവതരിപ്പിക്കാറുണ്ടോ? ബദറിന്റെ, ഉഹദിന്റെ ചരിത്രം അതിങ്ങനെ എവിടെയൊക്കെ വിളിച്ചു പറയും, എവിടെയൊക്കെ വിളംബരം ചെയ്യും. അപ്പൊ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ വായിക്കാൻ ആളുകൾ തയ്യാറാകണമെന്നതാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയത്. ഹിരോഷിമയിൽ മാത്രം 1,30,000 ആളുകൾ മരിച്ചു വീണു. നാഗസാക്കിയിൽ 75,000 ആളുകൾ മരിച്ചു വീണു. റഷ്യയിൽ ഞാൻ പറഞ്ഞു, റഷ്യൻ വിപ്ലവത്തിലൂടെ 1 കോടിയിലധികം ആളുകൾ മരിച്ചു. വിയറ്റ്നാമിൽ 40 ലക്ഷം ആളുകൾ മരിച്ചു. ഒന്ന് കണക്ക് അവതരിപ്പിച്ചു നോക്ക് നിങ്ങള്, എത്രയായി? എന്നാൽ ഇപ്പുറത്തോ ഇസ്ലാമിക യുദ്ധ നീക്കങ്ങളിൽ ആകെ 1000 ചില്ലാൻ ആളുകൾ. പക്ഷെ പ്രതിക്കൂട്ടിൽ ഇസ്ലാം. എന്താ കാരണം? നാം മുസ്ലിമായി സമൂഹത്തിന്റെ മുമ്പിൽ ജീവിച്ച് എന്താണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമെന്ന ആളുകൾക്ക് മുമ്പിൽ വരച്ചു കാണിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഔഫുൽ ലിഹ, താടി നിങ്ങൾ വളർത്തിക്കോ, വഖസ്സു ശാരിബ്, മീശ നിങ്ങൾ വെട്ടണം. അത് ഇസ്ലാം വെച്ച നിയമമാണ്. ആ നിയമം നമ്മൾ പാലിക്കുന്നത് വഴി ചില ആളുകളുടെ കണ്ണിൽ അതൊരു ആ തീവ്രവാദത്തിന്റെ കഠിന നിലപാടിന്റെ, കണിശ നിലപാടിന്റെ കാര്യമായി എണ്ണുന്നു ലോകം. എണ്ണുന്നില്ലേ? ഇന്ത്യ രാജ്യത്ത് സിഖുകാരെ പരിശോധിച്ചോളൂ നിങ്ങള്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്ന ആളുകളുണ്ട്.
സിംഗ് വിഭാഗത്തിൽ നിന്ന് അല്ലേ, അവർക്കൊരു തലക്കെട്ടുണ്ടാവും, താടി ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രധാനമന്ത്രിയായ ഞങ്ങളെ താടി കളയണമെന്ന് പറഞ്ഞോ ആരെങ്കിലും? ഇല്ല. നിങ്ങളെ തലയിലെ കെട്ടഴിച്ചു വെക്കണം എന്ന് പറഞ്ഞോ? ഇല്ല. ഒരു ക്രിക്കറ്റ് താരമായി ആ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വന്ന പോലെ താടി പ്രശ്നമുണ്ടോ? ഇല്ല. മറിച്ച് മുസ്ലിമിന്റെ ഐഡന്റിറ്റി വെച്ചാലോ, മുസ്ലിമിന്റെ ഐഡന്റിറ്റി വെച്ചാലോ അവിടെ മുസ്ലിം കൂടി ചില തീരുമാനമെടുക്കണം. ഇത് എന്റെ മതത്തിന്റെ നിയമമാണ്, എന്റെ മതത്തിന്റെ നിയമമാണ്. നെരിയാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി ഉടുക്കുക എന്നത് മതത്തിന്റെ നിയമമാണ്, എന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്നാൽ അപ്പുറത്ത് താമസിക്കുന്നവന്റെ ജാതി നോക്കാൻ പറഞ്ഞോ? മതം നോക്കാൻ പറഞ്ഞോ? അയൽപ്പക്ക ബന്ധങ്ങൾ ചേർത്തുമ്പോ മതം നോക്കാൻ പറഞ്ഞോ? ജാതി നോക്കാൻ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അയൽവാസി വിശന്നിരിക്കെ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര നല്ല അർത്ഥവത്തായ ആപ്തവാക്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വെച്ച ഒരു പ്രവാചക ഗുരുവര്യനെ ലോകത്തിന്റെ മുമ്പിൽ ഒരു പ്രത്യയശാസ്ത്രത്തിനും കാണിക്കാൻ കഴിയില്ല. അതാ ഇസ്ലാമിന്റെ പ്രത്യേകത. അപ്പുറത്ത് വിശന്നു നിൽക്കുന്ന അയൽവാസി ഉണ്ടായിരിക്കെ നീ വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ നീ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് പ്രഖ്യാപിച്ചു മുഹമ്മദ് മുസ്തഫ. ഇറച്ചിയിൽ വിഷം കലർത്തി കൊടുത്തു ജൂത കുടുംബം. ആർക്ക്? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഗസ്റ്റ് ആയിട്ട് വിളിച്ചാ പോണം, ഹിന്ദു വിളിച്ചാ പോണം, ക്രിസ്ത്യാനി വിളിച്ചാ പോണം, നിരീശ്വരവാദി വിളിച്ചാ പോണം. അയൽവാസികളെ, നിങ്ങളെ വീട്ടിലൊരു ഭക്ഷണം ഉണ്ട്, വരി ഒന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ പോവണം എന്ന ഇസ്ലാം പറഞ്ഞേ. പക്ഷെ അത് ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഭക്ഷണമാകരുത്. അത്രേ ഉള്ളൂ. അത് വിളിച്ചാ പറയണം ഇത് നിങ്ങൾ പൂജ ചെയ്ത ഭക്ഷണം, ഞങ്ങൾക്ക് പാടില്ല, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. നിങ്ങൾ ഇന്നലെ വിളിച്ചപ്പോ വന്നില്ലേ, ഇന്ന് ഞങ്ങൾക്ക് വരാൻ പാടില്ല. അത് അവര് തുറന്നു പറയും. അവർക്കൊരു പ്രശ്നമല്ല അത് പറയാൻ, അവരത് തുറന്നു പറയും. എന്താ കാരണം? മലക്ക് പോകാൻ മാലയിട്ട ഒരു മനുഷ്യൻ നിങ്ങളൊന്ന് വീട്ടിലേക്ക് വിളിച്ചോളൂ, ഒരു സദ്യക്ക്, ഒരു ഭക്ഷണത്തിനോ പറയില്ല ഞങ്ങൾക്കിപ്പോ ഹിന്ദുക്കളല്ലാത്ത ആളുകളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഞാൻ മലക്ക് പോകാൻ മാലയിട്ടിട്ടുണ്ട്, അതിന്റെ വിശ്വാസത്തിന്റെ ഭാഗം. നമ്മളവരെ കുറ്റപ്പെടുത്തും? ഇല്ല. കാരണം അത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മലക്ക് പോകാൻ തീരുമാനിച്ചാൽ പിന്നെ ഹൈന്ദവ വീടുകളിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ വിളിച്ചവൻ പറയും ഞാൻ മാല ഇട്ടിട്ടുണ്ട്, എനിക്ക് വരാൻ പാടില്ല. അതിന് ഒരു പ്രശ്നമല്ല. അതാ ഈ ജനാധിപത്യം, അതാണ് ഈ മതേതരത്വം, അതാണ് ഈ നാനാത്വത്തിലേകത്വം. അതാ ഇന്ത്യ ഗേറ്റിന്റെ രണ്ടു വശത്തുമായി എഴുതി ചേർത്ത രാജ്യത്തിന്റെ ഓഗസ്റ്റ് 15 കഴിഞ്ഞില്ലേ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് പ്രഭുക്കന്മാരോട് പടപൊരുതിയ രാജ്യത്തിന്റെ നായകന്മാരുടെ പേര് ഇന്ത്യ ഗേറ്റിന്റെ രണ്ടു വശത്തും എഴുതി ചേർത്തപ്പോ 1,00,000 ആളുടെ പേര് ഇന്ത്യ ഗേറ്റിന്റെ രണ്ടു വശത്തും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ 60,000-ത്തിലധികം പേര് മുസ്ലിങ്ങളുടെ പേരാ. എത്ര? 160% മുസ്ലിങ്ങളുടെ പേരാ. എങ്ങനെ എഴുതി ചേർത്തു അത്? കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുന്നിൽ നെഞ്ചു വിടർത്തി തലകുനിക്കാതെ എഴുന്നേറ്റു നിന്ന് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ തൗഹീദുള്ള പണ്ഡിതനായ മക്കയിൽ ജനിച്ച് നമ്മുടെ നാട്ടുകാരനായി മാറിയ അബുൽ കലാം ആസാദ് അല്ലെ, ഗാന്ധിജിയുടെ ഒരു ഭാഗത്ത് തോളോട് തോള് ചേർന്ന് നിന്ന് രാജ്യത്തിന് വേണ്ടി പടപൊരുതുകയായിരുന്നു. ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചില സൂചനകൾ മാത്രം പറയാ. ഇന്ത്യ ഗേറ്റിന്റെ രണ്ടു വശത്തും എഴുതി ചേർത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ സേനാനികളുടെ പേരുകളിൽ 60,000-ത്തിലധികം പേര് മുസ്ലിങ്ങളുടെ പേരാ. മുസ്ലിങ്ങൾ മാറിയുന്നോ? രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്ന് മുന്നിൽ നിന്നു. കേരളത്തിന്റെ ചരിത്രം എടുത്താലോ, മുഖം കെട്ടി അങ്ങോട്ട് തിരിച്ചു നിർത്തി പുറകിലേക്ക്, ശരീരത്തിന്റെ പുറകു വശത്തേക്ക് വെടിവെക്കാൻ ഒരുങ്ങുമ്പോ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു കെട്ടടിക്കൂ, എന്നിട്ട് നെഞ്ചത്തേക്ക് നേരെ ഫേസ് ടു ഫേസ് നിന്ന് വെടിവെച്ചു കൊല്ല്. ഒന്നില്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഈ ജനിച്ചു വളർന്ന നാടിലെ 6 അടി മണ്ണ് അത് കൊണ്ടടോ എന്ന് ധൈര്യമായി പറഞ്ഞ മലയാളികളുടെ അനുയായികളാണ് നമ്മൾ. രാജ്യത്തിന് വേണ്ടി പടപൊരുതിയവർ എല്ലാം പഠിപ്പിച്ചു. രാജ്യസ്നേഹം ദീനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മുസ്ലിങ്ങൾ എന്തേ ഇങ്ങനെ ഒരു സംശയത്തിന്റെ നിഴലിൽ? അതാ ഞാൻ പറഞ്ഞു, നമ്മൾ സ്റ്റാൻഡ് ആവേണ്ട സ്ഥലത്ത് നമ്മൾ സ്റ്റാൻഡായി നിൽക്കണം. ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടു കൂടി പറയണം. ഇസ്ലാമിന്റെ അടയാളം വെച്ചുകൊണ്ട് തന്നെ സൗഹൃദം ഉണ്ടാക്കണം. ഇസ്ലാമിന്റെ അടയാളങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസ്ലിമായി ആളുകൾക്കിടയിൽ മിങ്കിളായി
ആളുകൾക്കിടയിൽ ഇടകലർന്ന് ജീവിക്കണം. ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുകയല്ല. എന്നിട്ട് എന്റെ ആദർശം കാത്തു സൂക്ഷിക്കണം. അയൽപ്പക്ക ബന്ധങ്ങൾ ചേർക്കണം. നാടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇറങ്ങണം. എന്നിട്ട് ഞാൻ നല്ലൊരു മുസ്ലിമായി ജീവിക്കണം. അല്ലേ? ഇസ്ലാം യുദ്ധമൊക്കെ അനുവദിച്ചത് എപ്പോഴാണ്? നമ്മളെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കുക, നമ്മളെ ഉമ്മാനെ വലിച്ചിറക്കി, നമ്മളെ പെങ്ങളെ വലിച്ചിറക്കി, നമ്മുടെ പെൺകുട്ടികളെ വലിച്ചിറക്കി, ക്രൂരമായ അക്രമം നടത്താൻ തുടങ്ങി. ജനിച്ച നാട്ടിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ അവിടം വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം നടത്തി. അവിടെയും നമ്മെ ജീവിക്കാൻ അനുവദിക്കണില്ല. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. ഇത്ര ക്ലിയറാണ് ഇസ്ലാമിന്റെ ഭാഗം. നിങ്ങൾ ആക്രമിക്കപ്പെട്ടവരാണ് എന്ന നിലക്ക് നിങ്ങൾക്ക് തിരിച്ചടിക്കാനും യുദ്ധം ചെയ്യാനുമുള്ള അനുവാദമുണ്ട്. മക്കയിൽ നിന്ന് സ്വന്തം ജനിച്ച നാടിനെങ്ങനെ നോക്കിയിട്ട്, കഅബാലയത്തെ നോക്കിയിട്ട്, ഭൂമധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്ന, ഗ്രീനിച്ച് രേഖയിൽ സ്ഥിതി ചെയ്യുന്ന, അള്ളാഹനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാവുന്ന കഅബാലയത്തെ നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് പോവാൻ ഇഷ്ടമില്ല. ഈ നാട്ടിൽ ആളുകളെ നാട്ടി പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ മെമ്പർ എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലേ? കരഞ്ഞുപോയി. എന്നിട്ട് വഴി കാണിക്കണത് ആരാ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പോണ വഴിയുടെ പോയവർ പിടിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറുക്കു വഴികൾ, കൂടിക്കിടക്കുന്ന മണൽ കൂനകൾക്കിടയിലൂടെ, പൊട്ടിച്ചാൽ കിട്ടാത്തത്ര സ്ട്രോങ്ങിൽ കിടക്കുന്ന മലകൾക്കിടയിലൂടെ, മണൽ കൂനകൾക്കിടയിലൂടെ പുതിയ വഴി കണ്ടെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ജൂതനായ ഒരു മനുഷ്യനാണ്. നോക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടത്തുമ്പോൾ വഴി കാണിക്കുന്നത് മുസ്ലിം അല്ലാത്ത ഒരാൾ. അദ്ദേഹം പറഞ്ഞു, ആട്ടിൻകൂട്ടങ്ങളൊക്കെ തെളിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ സാധാരണ ആട്ടിൻകൂട്ടത്തിന്റെ പിറകുവശത്താണ് നടക്കുക, പക്ഷെ ഇന്നങ്ങനെ നടക്കരുത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, നമ്മളിങ്ങനെ നടന്ന നമ്മളെ കൂടെ വരുന്ന ആളുകൾ ഉണ്ടാവും. അതിനെ മുന്നിൽ നിർത്തിയിട്ട് ആട്ടിടയനോട്, ആടിന്റെ യജമാനന്മാരോട്, അതിന്റെ മുതലാളിമാരോട് പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടക്കണം. നിങ്ങൾ നടന്ന കാൽപ്പാടുകൾ ആടുമാടുകൾ നടന്ന് മായിച്ചു കളയണം. ഇതിലൊരു മനുഷ്യൻ പോയ അടയാളം ആർക്കും കിട്ടാൻ പാടില്ല. അങ്ങോട്ടും ഞാൻ പോകുന്നില്ല, ബാക്കി നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി. വഴി കാണിച്ചതാരാ? മുസ്ലിം അല്ലാത്തൊരു മനുഷ്യൻ. സൗഹൃദം ഉണ്ടാക്കിയോ? മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലൊക്കെ നേരെ നിന്നു. എന്നാൽ ആദർശത്തെ പണയം വെച്ചോ? ഇല്ല. ഞങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾക്ക്, പ്രതിഷ്ഠകൾക്ക് മുന്നിലൂടെ പോകുമ്പോൾ ഒന്നിങ്ങനെ കൈ കാണിച്ച് ഒന്ന് സല്യൂട്ട് ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ബാക്കി നമുക്കറിയാം. നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്ന ആളല്ല ഞാൻ. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, വലിയ ദീൻ, എനിക്കെന്റെ ദീൻ. എന്നാ ബാക്കി എല്ലാ ബന്ധമുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അയൽവാസിക്ക് കൊടുത്തയക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇറച്ചിയിൽ വിഷം കലർത്തി കൊടുത്ത് നബിയെ കൊല്ലാൻ ശ്രമിച്ച ജൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. സഹാബികളോട് എഴുന്നേറ്റിക്കാൻ പറഞ്ഞു. ഒരു മയ്യത്ത് വരുന്നുണ്ട്, എഴുന്നേറ്റിക്ക്, അവിടെ ഇരിക്കല്ലേ, ആദരിക്ക്. അപ്പൊ സഹാബികൾ, ഒരു നബിയെ ജൂതന്റെ മയ്യത്താണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അതൊരു മനുഷ്യന്റെ ബോഡിയല്ലേ, എണീറ്റ് നിൽക്കൂ. അതാ ഇസ്ലാം. അപ്പൊ ഇസ്ലാമിനെ പഠിക്കണം. നമ്മൾ ഈ ഖുത്ബയിലൂടെ പഠിച്ച് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കണം. സത്യം പറയുമ്പോ ലോകത്ത് കടന്നു വന്ന എല്ലാ നബിമാരെയും വിളിച്ചത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുൻകാല നബിമാരെ വിളിച്ചത് ഒന്നില്ലെങ്കിൽ സാഹിറുൻ ഔ മജ്നൂൻ, ഒന്നില്ലെങ്കിൽ സാഹിർ വിളിക്കും. നമ്മൾ നല്ലത് ഇങ്ങനെ പറയാൻ, ഇതാ ഒരു മാരണക്കാരൻ വന്നിരിക്കുന്നു. നിങ്ങളെ കൂട്ടുകാരോട് നിങ്ങൾ നന്മ പറഞ്ഞോക്ക്. ഓ, നീ വലിയൊരു മാരണക്കാരൻ, നിനക്കിപ്പോ ഭ്രാന്താണ്, നിന്നെ ഞങ്ങൾക്കറിയാം, നീയൊക്കെ എന്നാ മാറിയത് ഞങ്ങൾക്കറിയാം. ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരും. അതൊക്കെ അവഗണിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി ദീനിനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഇസ്ലാമിന്റെ പവിത്രമായൊരു മുഖത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. നമുക്ക് ഏറ്റവും വലുതാര മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് കഴിഞ്ഞാൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരേക്കാൾ? നമ്മുടെ ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ജേട്ടനേക്കാൾ, അനിയനേക്കാൾ, പെങ്ങളേക്കാൾ, മക്കളേക്കാൾ, ഭാര്യയേക്കാൾ, സ്വത്തിനേക്കാൾ, ആസ്തിയേക്കാൾ, സകല സമ്പത്തിനേക്കാൾ നമുക്കിഷ്ടം അല്ലാഹ് കഴിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ. സഹാബിനെ കാല് മുകളിലേക്കാക്കി കെട്ടിത്തൂക്കി, ശത്രുക്കൾ പിടിച്ചോണ്ടേക്ക്. കാല് മുകളിലേക്കാക്കി വള്ളിയിൽ കെട്ടിത്തൂക്കി, നല്ല കനമുള്ള വള്ളിയിൽ കെട്ടിത്തൂക്കി. ഇതിങ്ങനെ ആടുകയാണ് സഹാബി. ചാട്ടവാറുകൾ കൊണ്ട്, വള്ളികൾ കൊണ്ടുണ്ടാക്കിയ ചാട്ടവാറുകൾ കൊണ്ട് സഹാബി ഇങ്ങനെ അടിച്ചപ്പോ അവര് പറഞ്ഞു സഹാബിയോട്, ഒരൊറ്റ കാര്യം പറഞ്ഞാൽ നിന്നെ വിടാം, താങ്കളെ വിടാം. എന്താ പറയേണ്ടത്?
എന്റെ സ്ഥാനത്തെന്റെ നബിയായിരുന്നെങ്കിൽ, നബി വരണ്ട, നബിനെ കൊണ്ടുവരണ്ട, അതൊന്നും നടക്കൂല, ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഈ അടി കൊള്ളുന്ന സ്ഥാനത്തുണ്ടല്ലോ, കാല് മുകളിലേക്ക് കെട്ടിത്തൂക്കി തല കീഴ്പോട്ടാക്കി തൂക്കിയിട്ട് ചാട്ടവാറുകൾ കൊണ്ടിങ്ങനെ അടിക്കുമ്പോ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്റെ സ്ഥാനത്തെന്റെ നബിയായിരുന്നെങ്കിൽ. താങ്കളെ വെറുതെ വിടാനാ കണ്ടീഷൻ. എന്താ സഹാബി പറഞ്ഞറിയോ? അടി കൊണ്ട് തല ഇങ്ങനെ തൂക്കിയിട്ട സ്ഥലത്ത് നിന്ന് എന്താ പറഞ്ഞറിയോ? എന്റെ സ്ഥാനത്തെന്റെ നബിയായിരുന്നെങ്കിൽ എന്നതിന് പകരം എന്റെ നബിയുടെ ശരീരത്തിൽ കിടക്കുന്ന ആയിരക്കണക്കിന് രോമങ്ങളിൽ ഒരു രോമമായിരുന്നെങ്കിൽ എന്ന് പറയാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ സാധ്യമല്ലടോ, നിങ്ങൾക്ക് കൊല്ലാം. അത്ര സ്നേഹമായിരുന്നു അവർക്ക്. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി എന്റെ സ്ഥാനത്ത് നബിയായിട്ട് പോയിട്ട് ഒരു രോമം ആയിരുന്നെങ്കിൽ എന്ന് പറയാൻ റെഡിയല്ല. ഖുർആൻ പറഞ്ഞേ, അന്നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔലാ ബിൽ മുഅ്മിനീൻ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം. നമ്മുടെ ശരീരത്തെക്കാൾ ഏറ്റവും നമുക്ക് ആദ്യം പ്രഥമ പരിഗണന, ആദ്യം നമ്മൾ വില കൽപ്പിക്കുന്നത് നമ്മുടെ നബിയെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറയാ. അതാ നമ്മുടെ നബി. കേട്ടോ, ഭാര്യയെക്കാളൊക്കെ സഹാബികൾ അതാ ചെയ്തത്. നബിക്ക് വേണ്ടി, ദീനിനു വേണ്ടി അവർ എല്ലാം ഉപേക്ഷിച്ചു. ചരിത്രത്തിലേക്ക് പോകാൻ സമയമല്ല. സഅദ് റളിയല്ലാഹുവിന്റെ ഉമ്മയെ, സഅദ് റളിയല്ലാഹുവിന് ഭയങ്കര ഇഷ്ട ഉമ്മാനെ, ഉമ്മാക്ക് ഭയങ്കര ഇഷ്ട സഅദ് റളിയല്ലാഹുവിനെ. പക്ഷെ ഉമ്മ മുസ്ലിം ആവണില്ല. അപ്പൊ സഅദ് റളിയല്ലാഹു ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ സത്യം മനസ്സിലാക്കണം, ഞാൻ നിർബന്ധിക്കുകയല്ല, ഹക്ക് മനസ്സിലാക്കണം, നമ്മൾ ജീവിച്ചു പോകുന്ന റൂട്ട് തെറ്റാണ് ഉമ്മ, നിങ്ങൾ വിഷയം പഠിക്കണം ഉമ്മ എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഉമ്മക്ക് മനസ്സിലാണില്ല. ഉമ്മക്കറിയാം ഉമ്മ കരഞ്ഞാൽ സഅദ് വേദനിക്കുന്നു, അത്ര ഇഷ്ടമാണ് അവര്. ഉമ്മ എന്ത് ചെയ്തു വരോ? നേരെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലേക്കണ്ട് ഇറങ്ങിന്നു. എന്നിട്ട് മോനോട് പറഞ്ഞു, നീ ഞാൻ പറഞ്ഞ കേൾക്കൂലല്ലേ? നിന്നെ പോറ്റി വളർത്തി നിനക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഈ ഉമ്മ പറഞ്ഞ നീ കേൾക്കൂലല്ലേ എന്നും പറഞ്ഞ് ഉമ്മ വെയിലത്തേക്ക് ഇറങ്ങി. സഅദ് റളിയല്ലാഹു പിടിച്ചു വലിച്ച് റൂമിലേക്ക്, ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ഉമ്മ വരൂല, എന്നെ തുടരുത് എന്ന് പറഞ്ഞു. സഅദ് റളിയല്ലാഹു നബിയുടെ അടുക്കലേക്ക് ഓടി. എന്റെ ഉമ്മ വെയിലത്തിറങ്ങിയിരിക്കുകയാണ്. എന്താ പറഞ്ഞു ചോദിച്ചു? കുളിക്കൂല, എണ്ണ തേക്കൂല, കുളിക്കൂല, വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല, ഈ വെയിൽ കൊണ്ട് മരിക്കുന്നവരാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദേ, അള്ളാഹുവിനോടുള്ള ആദർശത്തെ വിട്ടു നിൽക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഉമ്മ നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഉമ്മാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്, മനസ്സിലാക്കി കൊടുത്തു. ചെന്നു വീണ്ടും പറഞ്ഞു നോക്കി, ഉമ്മ കേൾക്കൂല. അപ്പൊ സഅദ് റളിയല്ലാഹു പറഞ്ഞു, ഉമ്മ, നിങ്ങളെപ്പോലത്തെ 100 ഉമ്മമാര് ഈ സഅദിനുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. സപ്പോസ് 100 ഉമ്മമാർ എനിക്കുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. എന്നിട്ട് ആ 100 ഉമ്മമാരെയും വെയിൽ കൊണ്ട് ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ, അടിയിലും ചൂട് മുകളിലും ചൂടായി മരുഭൂമിയിൽ നിന്നിട്ട് വെന്തുരുകി അതിങ്ങനെ കഷ്ടമായി ഉരുകി ഒലിക്കുന്നത് കാണേണ്ടി വന്നാലും ഈ ദീന് ഞാൻ ഉപേക്ഷിക്കുമെന്ന് ഉമ്മ ഒരിക്കലും വിചാരിക്കരുത്. ഈ ദീന് ഞാൻ ഉപേക്ഷിക്കുകയില്ല ഉമ്മ, ഇത് സത്യമാണ് ഉമ്മ. അതാണ് ദീനിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊക്കെ അവർക്ക് ഉണ്ടായിരുന്ന ഇഷ്ടം. നമ്മൾ എവിടെ നിൽക്കുന്നത്? ഇനി അതെങ്ങനെയാണ് നബിനെ സ്നേഹിക്കേണ്ടത്? എന്തായിരുന്നു പ്രവാചക സ്നേഹം? അതൊക്കെ അടുത്ത ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഖത്തീബ് പറയും. ഞാന് അതിന്റെ ഒരു പൊതുമുഖമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അള്ളാഹു കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എവിടെ നിൽക്കുന്നു? ദീനുമായി നമുക്ക് എത്ര അടുപ്പുണ്ട്? നമ്മുടെ ബിസിനസ്സും ദീനും തമ്മിൽ കൂട്ടുമുട്ടിയാൽ എന്ത് ചെയ്യും? നമ്മൾ ഏതിന് പരിഗണന കൊടുക്കും? ഏതിനാ? എന്റെ ഭാര്യ പറയാ, നിങ്ങളെ മുഖത്ത് താടി വെച്ചിട്ട് ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദീനിന് പരിഗണന കൊടുക്കുവോ? അല്ല ഭാര്യന്റെ വർത്തമാനത്തിന് പരിഗണന കൊടുക്കുവോ? നമ്മുടെ ഒരു ബിസിനസ്, കച്ചവടം, ഒരു ലാഭം കിട്ടുന്ന, പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ഇടപാടും ദീനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ എവിടെ പരിഗണന കൊടുക്കും? എവിടെ പരിഗണന കൊടുക്കുക? നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അള്ളാഹു തന്നൊരു വാക്കുണ്ട്, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ യജ്അൽ ലഹു മഖ്റജ, അവൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് എക്സിറ്റ്. മഖ്റജ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിയ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള എക്സിറ്റ് ആണ് അള്ളാഹു തരുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തോടി നമ്മളെ പഠിപ്പിച്ചതാ. അപ്പൊ നമ്മുടെ നിലപാടെന്ത് എന്ന് നമ്മൾ ചിന്തിക്കുക, ആലോചിക്കുക. അള്ളാഹു ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ഇത്തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തആല ചിന്തിക്കുന്ന ആലോചിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യുദ്ധത്തിന്റെ സ്വഫ് ശരിയാക്കുക. അപ്പൊ ഒരു സഹാബി മാത്രം കുറച്ച് തെറിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും നേരെ സ്വഫിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരാള് മാത്രം ഒരടി രണ്ടടി കയറി നിന്നു. ചരിത്രത്തിന്റെ ഭാഗങ്ങളിലേക്കൊന്നും പോകാൻ സമയമല്ല. അതിനെ എന്താ പറയാ, സത്ത മാത്രം പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലൊരു വടിയുണ്ട്. ആ വടി കൊണ്ട് അയാളുടെ വയറ്റത്തൊന്ന് തട്ടിയിട്ട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. എന്താ, ഒരാൾ മാത്രം ഇങ്ങനെ സ്വഫിന്ന് തെറിച്ച് നിൽക്കുമ്പോ വയറ്റത്തൊന്ന് തട്ടിയിട്ട് നേരെ സ്വഫിലേക്ക് നിൽക്കാൻ പറഞ്ഞു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇനി ചരിത്രത്തിന്റെ കുറെ ഭാഗങ്ങൾ പറയാനുണ്ട്. അവസാനത്തെ ഭാഗം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് വല്ലതും പകരം ചോദിക്കാനുണ്ടോ? എന്നാ ചോദിക്കണം, പറയണം. ഈ സ്വഹാബി പറഞ്ഞു, എനിക്ക് ചോദിക്കണം എന്ന് പറഞ്ഞു. എന്റെ വയറ് വേദനിച്ചിട്ടുണ്ട് നിങ്ങളെ വടി തട്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ വടി കൊണ്ട് തട്ടുമ്പോ എന്റെ കുപ്പായില്ലാത്ത സ്ഥലത്ത് എന്റെ പച്ചയായ വയറ്റത്താ തട്ടിയത്. അതുകൊണ്ട് നിങ്ങളുടെ വയറ്റത്ത് എനിക്ക് പകരം തട്ടണം. സ്വഹാബികളുടെ കണ്ണുകളൊക്കെ വലുതായി, ആശ്ചര്യഭരിതരായി. നബിയോട് പകരം ചോദിച്ചു. നബി ഒരു വടി കൊണ്ട് ഇങ്ങനെ വയറ്റത്ത് തട്ടീന് പകരം ചോദിക്കും. എന്താ ഇത്? എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിച്ചോട്ടെ എന്ന്. അങ്ങനെ അയാൾ നബിയുടെ അടുക്കലേക്ക് വന്നു. നബിയുടെ ആ വടി അയാളുടെ കയ്യിൽ കൊടുത്തു. അയാളോട് പകരം ചോദിക്കാൻ പറഞ്ഞു. അയാൾ നബിയോട് പറഞ്ഞു, നിങ്ങളെ കുപ്പായം ഒന്ന് പൊക്കി പിടിക്കണം എന്നാണ്, മേൽക്കുപ്പായം. ആ കുപ്പായം ഇങ്ങനെ പൊക്കി പിടിച്ചു. നബിയുടെ പച്ചയായ വയറ് കണ്ടു. ആ വയറ്റത്ത് തന്റെ ചുണ്ടും മൂക്കും ഒക്കെ അമർത്തി ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ കരുതിക്കൂട്ടി ബോധപൂർവം നിന്നതാ തെറ്റിയിട്ട്. കാരണം യുദ്ധകാലത്തേക്ക് ഇറങ്ങാൻ നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ കുപ്പായില്ലാത്ത ഭൂമേനിയിൽ ഒരു ഉമ്മ വെച്ച് ഇറങ്ങാൻ ആഗ്രഹമുണ്ട്. ചിലപ്പോ മരിക്കും, ഷഹീദാവും. ഇനി ഒരു ചാൻസ് കിട്ടിയില്ല എന്ന് വരും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒരു ഉമ്മ വെക്കട്ടെ എന്ന് ചോദിച്ചാൽ എല്ലാവരും ചോദിക്കും. അതുകൊണ്ട് ഞാനൊരു ഐഡിയ പ്രയോഗിച്ചതാ, ഒരു തന്ത്രം. എനിക്ക് മാത്രം ഒരു ചാൻസ് ചോദിച്ചാൽ ചിലപ്പോൾ തരാൻ പ്രയാസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെക്കാൻ ഞാൻ നടത്തിയ ഒരു തന്ത്രമാണ് നബിയേ ഇത് എന്ന് പറഞ്ഞ് ആ വയറ്റത്ത് തുരുതുരാ ഉമ്മ വെച്ചു ആ സഹാബി. അവരുടെ ഇഷ്ടം എത്രയാണ് നബിയോട്. എന്നിട്ട് അവര് റബീഉൽ അവ്വലിൽ ഒരു കാരക്കയുടെ കഷ്ണം അതവർക്ക് പ്രശ്നമല്ലല്ലോ, അത് മുറിച്ചിട്ട് ഇന്ന് നബിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മട്ടൻ ബിരിയാണി വെച്ച് നമുക്ക് വിതരണം ചെയ്യാം. കൊടുത്തിട്ടില്ല. ചിന്തിക്കണം കേട്ടോ. അള്ളാന്റെ റസൂൽ സ്വന്തം ബർത്ത്ഡേ അല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാൻ മടിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ് ചില ആളുകളുടെ വ്യാഖ്യാനം. എന്നാൽ സഹാബത്ത് 1,00,000-ൽ പരം വരുന്ന സഹാബത്ത് ഒരാൾ മതി, 2 ആൾ വേണ്ട, ഒരാള് നബിയുടെ ബർത്ത്ഡേ എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു മാസം, റബീഉൽ അവ്വലോ അല്ലാത്ത മാസം, ഇന്ന് നബിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഒരു സുലൈമാനി ഒരു കട്ടൻ ചായ അല്ല, ഒരു മിഠായി, ഒരു പലഹാരം, ഒരു കഷ്ടം ഈത്തപ്പഴം കൊടുത്തത് രേഖയിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ട് 4 പതിറ്റാണ്ട് ജീവിച്ചു. ആര്? നബിയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ. മിനിമം 40 കൊല്ലം കൂടി കൂട്ടിക്കോളൂ, അതിൽ കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. 4 പതിറ്റാണ്ട് 40 വർഷം കൂട്ടിയാൽ തന്നെ 39 റബീഉൽ അവ്വൽ ഉറപ്പായിട്ട് കിട്ടുമല്ലോ. എന്നിട്ട് ഒരു റബീഉൽ അവ്വലിൽ എന്റെ ഭർത്താവിന്റെ ബർത്ത്ഡേ എന്നും പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് നടത്തിയത് ഇസ്ലാമിക ചരിത്രത്തിലില്ല. 4 ഖലീഫമാരുടെ ചരിത്രത്തിലില്ല. 4 മദ്ഹബിന്റെ ചരിത്രത്തിലില്ല. ഇമാം ഷാഫിക്ക് അറിയില്ല റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അറിയില്ല, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അറിയില്ല, ആർക്കും അറിയില്ല. ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അറിയില്ല. അവർക്ക് ആർക്കും പരിചയമില്ല. പിന്നെ മുളഫർ എന്ന രാജാവ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി 6-ാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ച ഒരു ഏർപ്പാട്. സുഹൃത്തുക്കളെ, ഇത് ഇസ്ലാമിലില്ല. നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ ഒരു കേക്ക് മുറിക്കലോ പരിപാടിയോ ആഘോഷമൊന്നും ഇസ്ലാമിലില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബർത്ത്ഡേ പോലും ഇല്ല. പിന്നെ നമ്മുടെ കുട്ടിയുടെ ആഘോഷിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വാചകം കൂടി പറയട്ടെ. ലാ യുഅ്മിനു, ഖുർആൻ പറഞ്ഞ വാചകവും അതുപോലെ തന്നെ ഖുർആനിൽ ഖുൽ ഇൻ കാന അബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും അതൊക്കെ വിശദീകരിക്കാൻ നിന്നാല് കുറെ സമയം വേണം. നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മൾ നഷ്ടം സംഭവിക്കുമെന്ന് തോന്നുന്ന കച്ചവടത്തെക്കാളൊക്കെ പറഞ്ഞിട്ട് അതിനേക്കാളൊക്കെ ഇഷ്ടം ആരോടാകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകണം. മാത്രമല്ല ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി
വന്നാസി അജ്മഈൻ. ഇനി അതിൽ ആരും ഉൾപ്പെടുത്താനില്ല. വന്നാസി അജ്മഈൻ, വാപ്പ, മക്കള്, വന്നാസി അജ്മഈൻ, ലോകത്ത് ഏതൊക്കെ മനുഷ്യരുണ്ട് എല്ലാവരെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതാകണം ആര്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലേ ഞാൻ മുഅ്മിനാവുള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു നബി ചോദിച്ചു, ഉമറെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്ന് ചോദിച്ചു. ആരാന്ന് ചോദിച്ചു. ഞാൻ എന്നെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാന്റെ റസൂൽ ഉമർ അള്ളാഹിനോട് പറഞ്ഞു, ഈമാൻ പൂർത്തിയായിട്ടില്ല ഉമറേ. അതെന്താ നബി അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ ശരീരത്തെ കുറിച്ച് സ്നേഹത്തിൽ എന്റെ ശരീരം എനിക്ക് ഇഷ്ടമാണ് നിനക്ക് പറഞ്ഞതാണ്. ചോദ്യം എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. ചോദ്യം മനസ്സിലാക്കി കൊടുത്തപ്പോ പറഞ്ഞു, അള്ള കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പോഴാ ഈമാൻ റെഡി ആയത്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? അപ്പൊ നമ്മുടെ ബോഡിയേക്കാൾ, നമ്മുടെ കുടുംബത്തെക്കാൾ, നമ്മുടെ ശരീരത്തെക്കാൾ, നമ്മുടെ രക്തത്തെക്കാൾ ഒക്കെ ഇഷ്ടമാകണം ആരോട്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇഷ്ടം എങ്ങനെ പ്രകടിപ്പിക്കുക? ഇന്ന് നബി ജീവിച്ചിരിക്കണില്ലല്ലോ. അതാ ഞാൻ അടുത്ത ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഖത്തീബ് അത് വിശദീകരിച്ചു തരും. ആ ഇഷ്ടത്തിന്റെ ഭാഗം. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കണേ മക്കത്തും മദീനത്തും വീട് വിട്ടിട്ട് പോകായിരുന്നു. നബിനൊന്ന് കാണാൻ, കൈ കൊടുക്കാൻ, ഒപ്പം ഇരിക്കാൻ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ? പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുക. അതാ സ്നേഹം. അള്ളാഹു ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സുദ്ദീഖുൽ, ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെയുണ്ട്, ജോലിക്കാരും ഒക്കെയുണ്ട്. അള്ളാഹുവെ, നീ റഹ്മത്തും ബറക്കാത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, കടത്തിന്റെ കെടിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ, ഉമ്മ ഉപ്പമാർ, ജേഷ്ഠാനിയന്മാർ, മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ പലരും മരിച്ചിട്ടുണ്ട്. അവരുടെ ഖബറിടങ്ങൾക്ക് നീ വിശാലത നൽകണേ അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് നീ മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم. اللهم خلص قلوبنا من الرياء. اللهم خلص قلوبنا من النفاق. اللهم خلص قلوبنا من الشرك والكفر. آمين آمين برحمتك يا أرحم الراحمين.